നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് ആക്ടീവയാണ് എന്ന്. ഹോണ്ട എന്ന ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളുടെ തലവര മാറ്റിയെഴുതിയ ഈ മുതൽ വിപണി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 24 കൊല്ലത്തോളമായി. എന്നിട്ടും ഏറ്റവും ജനപ്രിയമായി തന്നെ തുടരണമെങ്കിൽ വിശ്വാസവും പാരമ്പര്യവും ഒന്ന് വേറെ തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ. ഇന്ത്യയിലെ ഇരുചക്ര വാഹന രംഗത്ത് പുതിയ ട്രെൻഡിന് തുടക്കം കുറിച്ച ഈ ഒരു വാഹനം, ഇതിഹാസ വാഹനം വിപണിയിലെത്തിയത് ശരിക്കും 2000-ലാണ്. ഇത്രയും വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ ഇന്ന് വിപണിയിൽ മറ്റൊരു സ്കൂട്ടറിനും ഇല്ല എന്ന് തന്നെ പറയണം. ഗിയർലെസ് സ്കൂട്ടർ രംഗത്ത് കൈനറ്റിക് ഹോണ്ട തീർത്ത വിപ്ലവം അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോയതും ആക്ടീവയിലൂടെ തന്നെയായിരുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച ഫാമിലി സ്കൂട്ടറായി വിലസുന്ന ആക്ടീവ 10,000 രൂപ വില കുറച്ചാണ് ഇപ്പോൾ വാങ്ങാൻ അവസരം കിട്ടിയിരിക്കുന്നത്. ഇന്നും ഒരു സ്കൂട്ടർ വാങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഹോണ്ട ആക്ടീവ. ഈ ആക്ടീവ പരമാവധി വില കുറച്ച് വാങ്ങാനുള്ള ശ്രമങ്ങളായിരിക്കും പലരും നടത്തുന്നത്. അതിനൊരു പോം വഴിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലർക്കും അറിയില്ലാത്ത ഒരു രഹസ്യമാണ്, അതാണ് പറയാൻ പോകുന്നത്. GST നികുതി കുറച്ച് മുടക്കിയാണ് ഇത്തരത്തിൽ 2 വീലർ വാങ്ങാനാവുക. 10,000 രൂപയോളം വില കുറച്ച് വാഹനം ആർക്കൊക്കെ വാങ്ങാൻ സാധിക്കുമെന്ന് നോക്കാം. ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് ക്യാൻറ്റീനുകളിൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്ന കാര്യം പലർക്കും അറിയാമായിരിക്കും. ഇതനുസരിച്ച് മിലിറ്ററി ക്യാൻറ്റീനിലും ഈ ഒരു സ്കൂട്ടർ വിൽക്കുന്നുണ്ട്. പുറത്തെ വിപണിയിലെ സാധനങ്ങളും സൈനിക ക്യാൻറ്റീനിലെ സാധനങ്ങളും തമ്മിലുള്ള നികുതി വ്യത്യാസമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയേണ്ടത്. ഈ മിലിറ്ററി അല്ലെങ്കിൽ ആർമി ക്യാൻറ്റീനുകളിൽ ഡ്യൂട്ടി ഫ്രീ അല്ലെങ്കിൽ കുറഞ്ഞ ഡ്യൂട്ടി ഇനങ്ങളാണ് വിൽക്കുന്നത്. പുറത്തുനിന്ന് സ്കൂട്ടർ വാങ്ങണമെങ്കിൽ ഏതാണ്ട് 28% നികുതിയായിട്ട് നൽകേണ്ടി വരും. 14% നികുതി മതിയാകും ഈ ഒരു വാഹനം ആർമി ക്യാൻറ്റീൻ അല്ലെങ്കിൽ മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്നും വാങ്ങാൻ. പുറത്തുള്ള ഷോറൂമുകളിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ആർമി ക്യാൻറ്റീനിലൂടെ വാങ്ങുന്നത് പണം ലാഭിക്കാനും അനുവദിക്കുന്നതാണ്. എന്നാൽ സൈനികർക്ക് മാത്രമേ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കൂ എന്ന് മാത്രം. CSD ക്യാൻറ്റീനിൽ നിന്ന് ഒരു 2 വീലറോ 4 വീലറോ വാങ്ങുന്നതിന് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഒരു സാധാരണക്കാരന് ഇവിടെ നിന്നും ആക്ടീവയോ കാറോ വാങ്ങാനാകില്ല എന്ന് സാരം. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയിൽ സേവനമനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ റിട്ടയർ ആയവർക്കാണ് ഇതിനുള്ള യോഗ്യതയുള്ളത്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ശമ്പള പട്ടികയിൽ പ്രതിരോധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും CSD ക്യാൻറ്റീനുകളിൽ നിന്നും കാർ വാങ്ങാനാകും. പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വിധവകളും മരിച്ച ഉദ്യോഗസ്ഥരുടെ മാതാപിതാക്കൾക്കും ഈ ആനുകൂല്യം ലഭ്യമാകും. ഇതിനു പുറമെ എല്ലാ കമ്മീഷണർ ഓഫീസർമാർക്കും മുൻ സൈനിക അല്ലെങ്കിൽ പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും CSD വഴി റാങ്കുകൾ പരിഗണിക്കാതെ തന്നെ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഹോണ്ട ആക്ടീവ സ്കൂട്ടറിന്റെ ബേസ് വേരിയന്റിന് 76,684 രൂപയാണ് ഇന്ത്യയിലെ എക്സ് ഷോറൂം വില. ഇതേ സ്കൂട്ടർ ആർമി ക്യാൻറ്റീനിൽ നിന്ന് 66,286 രൂപ എക്സ് ഷോറൂം വിലയിലാണ് വിൽക്കുന്നത്. അതായത് ഏകദേശം 10,398 രൂപ ലാഭത്തിൽ വാഹനം സ്വന്തമാക്കാൻ അവസരമുണ്ട് എന്ന് സാരം. ആർമി ക്യാൻറ്റീനിൽ 66,286 രൂപയാണ് ഈ ആക്ടീവയുടെ എക്സ് ഷോറൂം വില. രജിസ്റ്റർ ചെയ്ത് റോഡിൽ ഇറക്കണമെങ്കിൽ ഏതാണ്ട് ചെലവ് മൊത്തമായി 81,233 രൂപ വരും. ഇനി ഡീലർഷിപ്പിലെത്തിയാണ് വാങ്ങുന്നതെങ്കിൽ ഈ ഓൺ റോഡ് വിലയിൽ വ്യത്യാസവും ഉണ്ടാകും. ഇത് ഓരോ നഗരത്തിനെയും അനുസരിച്ചാണ് വ്യത്യാസം ഉണ്ടാവുക. എങ്ങനെ കണക്ക് കൂട്ടിയാലും ഈ സ്കൂട്ടർ വാങ്ങുന്നതിലൂടെ 10,000 രൂപ വരെ ലാഭിക്കാമെന്ന് ഉറപ്പാണ്. പട്ടാള ക്യാൻറ്റീൻ വഴി ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങാമെന്ന കാര്യം സൈന്യത്തിൽ ജോലി ചെയ്യുന്ന പലർക്കും അറിയില്ലാത്ത ഒരു സംഗതി കൂടിയാണ്. സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് അവരുടെ സൈനിക കാർഡ് ഉപയോഗിച്ചാണ് ലിസ്റ്റിലുള്ള വണ്ടികൾ വാങ്ങാനാകുന്നത്. എന്നാൽ വിപണിയിലെ എല്ലാ മോഡലുകളും CSD ക്യാൻറ്റീനിലൂടെ ലഭ്യമാകണമെന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ട വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രതിവർഷം വാങ്ങാനാകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. ഇങ്ങനെ വാങ്ങുന്ന വാഹനങ്ങൾ നിശ്ചിത കാലത്തേക്ക് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിചയക്കാരോ ബന്ധുക്കളോ സൈന്യത്തിലുണ്ട് എന്ന് കരുതി അവരുടെ പേരിൽ വണ്ടി ഇറക്കാമെന്ന് കരുതിയാൽ അത് ഭാവിയിൽ പണിയാവാനും സാധ്യതയുണ്ട്.